ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 33ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടു തീർക്കണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്ന പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലെ വലിയ അവസരങ്ങളായിട്ട് കണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം നിസ്സഹകരണ സമരം. 1932 പൂന സന്ധി ഗാന്ധിജിയും മറ്റാരുമായാണ് ഒപ്പുവെച്ചത്? ഡോക്ടർ BR അംബേദ്കർ. 1932 പൂന സന്ധി ഗാന്ധിജിയും ഡോക്ടർ BR അംബേദ്കറുമായാണ് ഒപ്പുവെച്ചത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. സമപന്തി ഭോജനം നടപ്പിലാക്കിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യ വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം നടപ്പിലാക്കിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ. വേദാധികാര നിരൂപണം എന്നത് ആരുടെ പ്രസിദ്ധമായ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം എന്നത് ആരുടെ പ്രസിദ്ധമായ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് ആര്? മഹാത്മാ അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മഹാത്മാ അയ്യങ്കാളി. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെ വെച്ചാണ്? ആലുവയിൽ വെച്ച്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് ആലുവയിൽ വെച്ചാണ്. സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നത് ഏത് മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്? മാതൃഭൂമിയുടെ. സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നത് ഏത് മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്? മാതൃഭൂമിയുടെ. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്? 742. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്? 742 സസ്യങ്ങളെക്കുറിച്ച്. അറബി ഭാഷയിലെ മൗസിം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. അറബി ഭാഷയിലെ മൗസിം എന്ന പദത്തിന്റെ അർത്ഥം ഋതുക്കൾ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ചോദിച്ചത്. ഏതാണ്? ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. ഏതാണ് സ്വീകരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം സസ്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അപ്പം ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് പുറത്തുവിടുന്നുണ്ട്? ഓക്സിജൻ പുറത്തുവിടുന്നുണ്ട്. സസ്യങ്ങളിലെ ജലത്തിന്റെയും ലവണങ്ങളുടെയും സംവഹനത്തിന് സഹായിക്കുന്ന കല ഏതാണ്? സൈലം. സസ്യങ്ങളിലെ ജലത്തിന്റെയും ലവണങ്ങളുടെയും സംവഹനത്തിന് സഹായിക്കുന്നത് സൈലം.
ഭക്ഷണത്തിനെയോ ഫുഡ് ഫ്ലോയം. അന്തരീക്ഷ വായുവിൽ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ്? 78%. അന്തരീക്ഷ വായുവിൽ നൈട്രജന്റെ അളവ് 78%. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ്. ഊർജത്തിന്റെ അളവായ ഒരു കലോറി എത്ര ജൂളിന് തുല്യമാണ്? 4.2 ജൂൾ. ഒരു കലോറി എന്നത് 4.2 ജൂളിന് തുല്യമാണ്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ആരോഗ്യ പദ്ധതിയുടെ പേരെന്ത്? ബന്ധു ക്ലിനിക്ക്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ആരോഗ്യ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. എത്ര സുന്ദരമല്ല, എന്നും സുന്ദരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ആരംഭിച്ച ക്യാമ്പയിനാണ് എൻ്റെ കേരളം എന്നും സുന്ദരം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡിന്റെ ഗവർണറായിരുന്നു. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ അവാർഡ് ജേതാവ് ആരാണ്? ഷാജി എൻ കരുൺ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ അവാർഡ് ജേതാവ് ഷാജി എൻ കരുൺ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്? അനുച്ഛേദം 80. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 80 ആർട്ടിക്കിൾ 80 പ്രകാരമാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. സതി നിരോധനത്തിനായി പോരാടിയ ഇന്ത്യയിലെ പ്രമുഖ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. സതി നിരോധനത്തിനായി പോരാടിയ ഇന്ത്യയിലെ പ്രമുഖ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് ദൃശ്യമാകുന്നത്? ഏകദേശം 59%. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഏകദേശം 59% നമ്മൾക്ക് ദൃശ്യമാകുന്നത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. വിശ്വപ്രസിദ്ധമായ ആപേക്ഷികതാ സിദ്ധാന്തം തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചത് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. വിശ്വപ്രസിദ്ധമായ ആപേക്ഷികതാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ ആയി അറിയപ്പെടുന്നത് ആര്? അഡാ ലൗലേസ്. ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ ആയി അറിയപ്പെടുന്ന വ്യക്തി അഡാ ലൗലേസ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 6. അതിൽ 1 വെള്ളിയും 5 വെങ്കലവുമാണ് വരുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 6 1 വെള്ളിയും 5 വെങ്കലവും.
ഇസ്രായേൽ ഹമാസ് യുദ്ധമേഖലയിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് യുദ്ധമേഖലയിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ അജയ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ്. ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പൈലറ്റ് ആര്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പൈലറ്റ് ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിന്റെ പേരെന്ത്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിന്റെ പേര് ശിവശക്തി പോയിന്റ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആര്? നിതീഷ് കുമാർ. പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം നിതീഷ് കുമാർ. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാൾ. സന്യാസി കലാപം നടന്നത് ബംഗാൾ. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ലീഗ് ഓഫ് നാഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ലീഗ് ഓഫ് നാഷൻസ്. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനാവുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ, അല്ലെങ്കിൽ C ശങ്കരൻ നായർ എന്നുണ്ടാവും. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനാവുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയിക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കഴ്സൺ. കഴ്സൺ പ്രഭുവിനാണ്. 1900 ഏത് വൈസ്രോയിക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിന്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ലോക്സഭയിൽ. ധനബിൽ, മണി ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ലോക്സഭയിൽ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റായ പ്രാദേശികവാദം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൂ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റായ പ്രാദേശികവാദം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൂ. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാശ്മീർ താഴ്വരയിലെ മണ്ണിനം ഏതാണ്? കരേവ മണ്ണ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാശ്മീർ താഴ്വരയിലെ മണ്ണ് കരേവ. പർവ്വതങ്ങളുടെ മറുഭാഗത്ത് മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മഴനിഴൽ പ്രദേശങ്ങൾ. പർവ്വതങ്ങളുടെ മറുഭാഗത്ത് മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം എവിടെയാണ്? നല്ലളം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം നല്ലളത്ത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ചോദ്യം 1, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ
കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കെ ഫോൺ, ഓപ്ഷൻ ബി കെ സ്മാർട്ട്, ഓപ്ഷൻ സി കെ റെയിൽ, ഓപ്ഷൻ ഡി കെ ഡിസ്ക്. ചോദ്യം 2. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ പുല്ലമ്പാറ, ഓപ്ഷൻ ബി കുമ്പളങ്ങി, ഓപ്ഷൻ സി മാരാരിക്കുളം, ഓപ്ഷൻ ഡി അയിരൂർ. ചോദ്യം 3. പുനർഗേഹം പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ ആരാണ്? ഓപ്ഷൻ എ ആദിവാസി വിഭാഗം, ഓപ്ഷൻ ബി അതിഥി തൊഴിലാളികൾ, ഓപ്ഷൻ സി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, ഓപ്ഷൻ ഡി കർഷക തൊഴിലാളികൾ. ചോദ്യം 4. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ എ ഗാന്ധിനഗർ, ഓപ്ഷൻ ബി റായ്ബറേലി, ഓപ്ഷൻ സി വാരണാസി, ഓപ്ഷൻ ഡി ലക്നൗ. ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.